അങ്ങനെ എനിക്കും കിട്ടി ഗൈസ് റിയൽ വൺ വിഷ് വില്ല. റിയൽ വൺ വിഷ് വില്ല വെച്ച് ഞാൻ എന്തൊക്കെ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഐ ആം വെരി എക്സൈറ്റഡ്. ഞാനത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ സംഭവം ഇരിക്കുന്നത്. ഈ ഒരു ബോക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത്, പക്ഷേ ബോക്സ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ സാധനം ഒരെണ്ണുള്ളൂ. അപ്പം ഇത് ഞാൻ പൊട്ടിക്കണോ അതോ വേറെ ആരെങ്കിലും പൊട്ടിക്കണോ എന്നുള്ളത് ഇന്നത്തെ വീഡിയോ തീരുമാനിക്കും. ഗൈസ്, ഞാനിപ്പോ ലുലുവിന്റെ ഭാഗത്താണുള്ളത്. അപ്പൊ ഇവിടുത്തെ ആളുകളുടെ ഡ്രീം എന്താണെന്ന് എനിക്കറിയണം. എന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു വിഷ് പറയുകയാണെങ്കിൽ ഇത് ഞാൻ അവർക്ക് പൊട്ടിക്കാൻ കൊടുക്കും. അതിന് മുന്നേ എനിക്കൊരു ഉമ്മച്ചിക്കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൊട്ടിക്കൂട്ടോ. പഠിച്ചോനെ, ഈ സുന്ദരി കുട്ടീനെ എനിക്ക് തന്നെ കിട്ടണേ. പൊട്ടിക്കട്ടെ. ഇത് കണ്ടിണ്ടാ? ഡ്രീം എന്താ? അതാണ് ആഗ്രഹം. പടച്ചോനെ, ഈ ഉമ്മച്ചി കുട്ടീനെ എനിക്ക് തന്നെ തരണേ. ഈ ഉമ്മച്ചി കുട്ടീനെ എനിക്ക് തന്നെ തരണേ ദൈവമേ. ഉമ്മച്ചി കുട്ടികളെ, ഈ ഉമ്മച്ചി കുട്ടീനെ എനിക്ക് തന്നെ തരണേ. ഞാൻ അത് പൊട്ടിക്കാൻ പോവാണ്. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ലൊരു ജോലി കിട്ടാ. എന്റെ ആഗ്രഹം, എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് സോൾവ് ചെയ്യാനുള്ള മാർഗം എന്താവാന്നുള്ള. ഒരു പ്രഷർ, ഒരു ഇതില്ല, സ്ട്രെസ് ഇല്ലാണ്ട് ജീവിച്ചു പോകണമെന്നൊരു. അതാണ് ആഗ്രഹം. എഞ്ചിനീയർ ആവണം. ഡ്രീം എന്താ? എഞ്ചിനീയർ ആണ്. നമ്മൾ സർവൈവ് ചെയ്യുക, സർവൈവ് ചെയ്യുകയെന്നാണ് ആഗ്രഹം. നല്ലത് പറയാൻ പറ്റാത്ത ആഗ്രഹം. എന്താ പറയാൻ പറ്റാത്ത ആഗ്രഹം? എന്താ ആഗ്രഹം? ആഗ്രഹമില്ല. അങ്ങനെ ചോദിച്ചാ എനിക്ക് ടീച്ചർ ആവണം എന്നാണ് ആഗ്രഹം. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല. ആഗ്രഹമില്ലേ? ന്യൂസിലൻഡിൽ പോണെന്നുണ്ട്. രണ്ടാഗ്രഹം ഉണ്ടല്ലേ? ഏതെങ്കിലും ഒരു ആഗ്രഹം? ന്യൂസിലൻഡിൽ പോണം. അറിഞ്ഞൂടാ. മൈ ഡ്രീം ക്രിക്കറ്റ്, വോളിബോൾ. മാരേജ് കഴിഞ്ഞാണ് ഇനിയിപ്പോ അടുത്തത്. അടുത്ത ലെവലിലേക്ക് നമുക്ക് കിടക്കണം. എന്റെ ഇത് അറിയാലോ. കല്യാണം കഴിഞ്ഞല്ലേ? എന്നായിരുന്നു കല്യാണം? 3 വർഷം ആയി. 3 വർഷം. അപ്പൊ അതാണ് ആഗ്രഹം അല്ലേ? അത് ഇനിയിപ്പോ അടുത്ത ഇതിലേക്ക് കിടക്കണത്. പിള്ളേരൊക്കെ ഉണ്ടാകാം, അങ്ങനെയുള്ള ആഗ്രഹം. ഡ്രീം? ഒരു ഡ്രീം ഇല്ലാത്ത ആൾക്കാരോ? ഗൈസ്, എനിക്ക് പറ്റിയ ഉമ്മച്ചൂട്ടികളൊന്നും എനിക്കിവിടെ കണ്ടില്ല, അതുകൊണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റിയില്ല. ഞാൻ ലുലുവിന്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കട്ടെ എനിക്ക് പറ്റിയ ഉമ്മച്ചൂട്ടികൾ ആരെങ്കിലും ഉണ്ടോന്ന്. ആഗ്രഹം ജോലി കിട്ടുക. ആഗ്രഹങ്ങളൊന്നും ഇല്ല. ആരെന്താ ഒരു ആഗ്രഹങ്ങൾ എത്താൻ ജീവിക്കുന്നത്? എന്റെ ആഗ്രഹം എന്താ? ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആവണമെന്നാണ് ഹരിയുടെ ആഗ്രഹം. ഈ കുട്ടീനെ എനിക്ക് തന്നെ കിട്ടണേ. പൊട്ടിക്കട്ടെ. അല്ല, നിങ്ങളാണ് അടിയിൽ. ഓക്കെ, ആഗ്രഹം എന്താ? പറയരുത്. ആഗ്രഹം എന്താ? നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? പറയണം. അത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പൊട്ടിക്കാൻ തരാം. അല്ല, ഇല്ലല്ല, സീരിയസ്ലി തരും. ആഗ്രഹം എന്താന്ന് പറഞ്ഞാ തരാം. ഫുട്ബോൾ പ്ലെയർ ആവണമെന്നാണ് ആഗ്രഹം എന്നാണ് ആഗ്രഹം. അപ്പോൾ എനിക്കിത് തരാൻ പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് വേറെ എന്താ, നിങ്ങളുടെ ആഗ്രഹം അല്ലാതെ വേറൊരാളുടെ ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നിരുന്നു. പക്ഷെ എനിക്ക് വേറൊരു തരാൻ പറ്റും. ഇയാളും ഫുട്ബോൾ പ്ലെയർ ആണ്, അയാൾക്കും ഫുട്ബോൾ കളിക്കണം എന്ന് തന്നെ ആഗ്രഹം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഒരുമിച്ചോളൂ. 2 ഫുട്ബോൾ പ്ലെയേഴ്സിനെ ഒരുമിപ്പിച്ചിട്ടുണ്ട്. ആഗ്രഹം എന്താ? ആഗ്രഹമില്ല. ഒരാഗ്രഹമില്ലേ ജീവിതത്തിൽ? ഒരാഗ്രഹമില്ലേ? അല്ല, ആഗ്രഹമുണ്ട്. എന്താ? ഷിപ്പിലൊക്കെ പോകണം. അതാണ് ആഗ്രഹം. ഓക്കെ, ആഗ്രഹം എന്താ? ജോബ് കിട്ടണമെന്നാണ് ആഗ്രഹം. പുറത്തു പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇതാ ലുലുവിന്റെ ഉള്ളില് തേരാപ്പാരം നടക്കാണ്. എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവർക്കൊന്നും പൊട്ടിക്കാൻ കൊടുക്കാൻ പറ്റില്ല. പഠിച്ചവനെ, ഈ ഉമ്മച്ചിക്കുട്ടിനെ എനിക്ക് തന്നെ കിട്ടണേ. ഇത് പൊട്ടിക്കട്ടെ. ഇതെന്താ മനസ്സിലായ?
ഇത് ഒബ്സെഷൻ പടം കണ്ടിട്ടുണ്ടോ? ഒബ്സെഷൻ മൂവി കണ്ടിട്ടില്ല? അതിൽ ഈ സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ വൺ വിഷ് വെല്ലോ, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹം നടക്കുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അത് പറയുകയാണെങ്കിൽ, ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് പൊട്ടിക്കാൻ തരാം. ആ പൊട്ടും, പടക്കൊന്നല്ല. ആഗ്രഹം എന്താ? ജർമ്മനിക്ക് പോകണം, അതാണ് ആഗ്രഹം. വീട് വെക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ അത് പൊട്ടിച്ചോ. വീട് വെക്കാനാണ് ആഗ്രഹം അല്ലെ? ആഗ്രഹം നടക്കും. ഓൾ ദി ബെസ്റ്റ്. പഠിക്കുന്നുണ്ടോ? എവിടെ? നാട്ടില. അപ്പൊ ഇപ്പൊ വെക്കേഷൻ അങ്ങനെ എന്തെല്ലോ? ഡിസ്റ്റന്റ് ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വീട് ഇപ്പൊ ഓൾറെഡി പൊട്ടിക്കാൻ കൊടുത്ത്, ഇനിയിപ്പോ ഇതും കൂടി ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പൊട്ടിച്ചാ മതി. പൊട്ടിക്കണോ? പൊട്ടിച്ചോ. ഓപ്ഷൻ കണ്ടില്ല. വീട് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ സംഭവം പൊട്ടിച്ചു ഗൈസ്. കാണിച്ചു കൊടുക്കും. ഞാനിത് ഒരെണ്ണം മേടിച്ചുള്ളൂ. എനിക്ക് പൊട്ടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് പൊട്ടിക്കാൻ കൊടുത്തതാണ്. നാളെ വല്ല ലോട്ടറി അടിച്ച. അതെ 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 അതെ. പിന്നെ എന്താ കാര്യം വെച്ചാലേ, ആരും ഒന്നും വ്യത്യസ്തമായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വിഷ് ചെയ്യാന്നായിരുന്നു ആഗ്രഹം. ഞാൻ എന്തായിരുന്നു ആഗ്രഹം എന്നറിയോ? ആർക്കും ഭക്ഷണം കൊണ്ട് ബുദ്ധിമുട്ട് വരരുത്, അതുപോലെ രോഗം കൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യരുത്. അത് നല്ല ആഗ്രഹം. എന്റെ ആഗ്രഹം എന്താവുക? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തന്നെ ആഗ്രഹം. എനിക്കൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നുണ്ടായിരുന്നു. അത് നീ പറഞ്ഞു. അല്ല, എന്നിട്ട് എനിക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അത് നീ മുന്നേ എന്നോട് പറഞ്ഞിട്ടില്ലേ? എല്ലാവർക്കും ഓരോ ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ എല്ലാവരും ആ ഡ്രീമിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ എന്തെങ്കിലും ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. എൻ്റെ ഒരു യൂട്യൂബ് ജേണിയെ പറ്റി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്രയും എത്തിപ്പെടാൻ വേണ്ടി പറ്റിയത്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ. പിന്നീട് എപ്പോഴോ എൻ്റെ ആ ഒരു ആഗ്രഹം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എഫേർട്ട് ഞാൻ എവിടെ വെച്ചു പോയി. പക്ഷെ ഞാനിപ്പോ കം ടു ട്രാക്കിലോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ എന്തെങ്കിലും ഇനി തിരിച്ച് ആ ഒരു ഓഡിയൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് വീണ്ടും എത്തിപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രമിച്ചുകൊണ്ടിരിക്കുക, എവിടെയും വെച്ച് നിർത്തരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.